ഹായ് എവ്രി വൺ, വെൽക്കം ടു ട്രിപ്സ് ആൻഡ് ട്രീറ്റ്സ്. ഇന്ന് ഞാൻ വ്ളോഗോ റെസിപ്പിയോ ഒന്നുമല്ല നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, പകരം ഒരു ഫേസ് പാക്കാണ്. ഈ ഒരു ഫേസ് പാക്ക് നല്ലൊരു റിസൾട്ട് ഇടുന്നൊരു പാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഈ ഒരു ഫേസ് പാക്ക് ഞാനിവിടെ ബീട്രൂട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ബീട്രൂട്ടിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു വെജിറ്റബിളാണ്. റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ബ്ലെമിഷസ് എല്ലാം ക്ലിയർ ചെയ്ത് നമ്മുടെ സ്കിന്നിന് ഒരു നാച്ചുറൽ ഗ്ലോ കൊണ്ടുവരാൻ സാധിക്കും. ഈ ഒരു പാക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബീട്രൂട്ട് കഷ്ണങ്ങൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. വെള്ളമൊന്നും ഒട്ടും ചേർക്കാതെയാണ് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കഷ്ണങ്ങളാക്കാതെ ഗ്രേറ്റ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ജ്യൂസ് ഒന്നും കൂടെ കുറച്ചധികം പെട്ടെന്ന് തന്നെ കിട്ടും. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബീട്രൂട്ട് നല്ല തരിതരിപ്പോടെയാണ് അരിഞ്ഞ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ഒരു അരിപ്പയിലാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്കതിന് ജ്യൂസ് നല്ലപോലെ കിട്ടും. എന്നിട്ട് നമ്മൾ ആ ജ്യൂസാണ് നമ്മൾ പാക്കിനായിട്ട് എടുക്കുന്നത്. അങ്ങനെ ബീട്രൂട്ട് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പാക്ക് ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ഗ്രാം ഫ്ലോർ കടലമാവാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഒരുവിധം ഫേസ് പാക്കിലെല്ലാം നമ്മൾ കടലമാവ് യൂസ് ചെയ്യും. കാരണം കടലമാവിന് നമ്മുടെ സ്കിന്നിലെ ആക്നെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനെല്ലാം പറ്റും. മാത്രമല്ല സ്കിന്നിലുള്ള ഓയിൽനെസ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് കടലമാവ്. ഇനി നമ്മൾ 1/2 ടീസ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസറാണ്. അതിനുശേഷം 1/2 ടീസ്പൂൺ അലോവേറ ജെല്ലും 1/2 ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കടയിൽ നിന്ന് മേടിച്ച അലോവേറ ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അലോവേറ ഉണ്ടെങ്കിൽ അതിൻ്റെ ജെല്ല് ചേർക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി നിങ്ങളുടെ അടുത്ത് തൈരില്ലെങ്കിൽ തൈരിന് പകരമായിട്ട് പാല് ചേർത്ത് കൊടുക്കാം. ഇനിയാണ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ബീട്രൂട്ട് ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത്. ബീട്രൂട്ട് ജ്യൂസ് നമുക്ക് 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. കടലമാവൊക്കെ നല്ലപോലെ മിക്സായിട്ട് വരണം. അങ്ങനെ നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുഖത്തും കഴുത്തിലൊക്കെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നമുക്ക് കഴുത്തിലും മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കൂടുതൽ നല്ലത്. തിക്ക് ലെയറായിട്ട് ഇടാൻ ശ്രമിക്കുക. തിൻ ലെയറായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഫേസ് പാക്കൊക്കെ ഇടുമ്പോൾ കുറച്ച് തിക്ക് ലെയറായിട്ട് ഇടുന്നതാണ് നല്ലത്. അതിനുശേഷം സർക്കുലർ മോഷനിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 20-25 മിനിറ്റ് നേരമൊക്കെ തേച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും പാക്കൊക്കെ നല്ലപോലെ ഡ്രൈ ആയിട്ട് വരും. അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയാൽ മതി. അപ്പോൾ നിങ്ങൾ പാക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കരുത് കേട്ടോ. കാരണം നമ്മൾ അലോവേറ ജെല്ലെല്ലാം അതിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾ ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഒരാഴ്ച വരെ സ്റ്റോർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുത്ത് അത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കൈയൊക്കെ ഏതാണ്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഒന്ന് കൈ കഴുകിയിട്ടുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ. സ്കിൻ ഗ്ലോ ചെയ്യാനും അതുപോലെ നിറം വർദ്ധിപ്പിക്കാനും ഡാർക്ക് സ്പോട്ട്സ് എല്ലാം റിമൂവ് ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. അപ്പോൾ നിങ്ങൾക്കിത് ആഴ്ചയിൽ 2 ദിവസം ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ടൊന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.